ഹലോ വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. JC ആണ്, ജിതിൻ സാറാണ് സംസാരിക്കുന്നത്. സോ മക്കളെ, സ്കൂളൊക്കെ തുറന്നു. അപ്പോൾ നിങ്ങളൊക്കെ തന്നെ ഹാപ്പിയാണ് എന്ന് വിചാരിക്കുന്നു. പല ആളുകളും ഇതേപോലെ തന്നെ പുതിയ സ്കൂളിലേക്കൊക്കെ ആയിരിക്കും ഇതുപോലെ തന്നെ ഈ വർഷം പുതുതായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടാവും അല്ലേ. ഏതായാലും ഹാപ്പി ആയിട്ട് ഉഷാറായിട്ട് നേരിട്ടെ പോട്ടെ. സോ എല്ലാ ആൾക്കാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. സാർ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് എന്താണെന്നറിയോ മക്കളെ? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ആദ്യം പറയാനുള്ളത്, ഈ വീഡിയോ ഫസ്റ്റ് മുതൽ അവസാനം വരെ നിർബന്ധമായിട്ട് നിങ്ങൾ കാണണം. അതേപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ നിർബന്ധമായിട്ട് ആദ്യം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഈ ഒരു വർഷം എന്നല്ല, ഇനി വരാൻ പോകുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ ആൾക്കാരും ചാനൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക. സോ മകളെ, ഞാൻ എന്തിനറിയോ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത്? നിങ്ങൾക്കൊരു കാര്യം പറയും. നിങ്ങൾക്കറിയാം, ഈ ഒരു വർഷം ടെക്സ്റ്റ് ബുക്ക്, അതായത് കഴിഞ്ഞ വർഷം ടെക്സ്റ്റ് ബുക്ക് മാറി. ടെക്സ്റ്റ് ബുക്ക് മാറിയ സമയത്ത് എന്താണ് ആ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായ മാറ്റം? ആ മാറ്റം എന്ന് പറഞ്ഞാൽ മക്കളെ നോക്ക്, അത്യാവശ്യം നല്ല റിച്ച് ആയിട്ടുള്ള കണ്ടന്റ് വന്നു അല്ലേ, ഭയങ്കര റിച്ച് ആയിട്ടുള്ള കണ്ടന്റ്. ഇപ്പം എൻ്റെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കൾ എന്ന് പറയുന്നത് മുൻപ് 10ാം ക്ലാസ്സിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്ന, അതായത് 10ലൊക്കെ പഠിച്ച് കുട്ടികളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കണ്ടന്റാണ് ഇപ്പോഴുള്ള 8ാം ക്ലാസ്സിലുള്ള ടെക്സ്റ്റ് ബുക്ക് ഉള്ളത്. അത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, നല്ല റിച്ച് ആയിട്ടുള്ള കണ്ടന്റാണ് വന്നത്. എക്സാമിൻ്റെ പാറ്റേൺ മാറി അല്ലേ. നമ്മൾ കാണുന്നത് പോലെ അല്ല എക്സാമിൽ ചോദ്യങ്ങൾ വരുന്നത്. ചോദ്യങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, പാറ്റേണുകളിൽ വ്യത്യാസമുണ്ട്. വാല്യുവേഷനകത്ത് വലിയ തരത്തിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വ്യത്യാസം വരുന്നുണ്ട്. വാല്യുവേഷൻ ഭയങ്കര ടഫായിട്ട് മാറുകയാണ്. നിങ്ങൾക്കറിയാലോ, കഴിഞ്ഞ വർഷം തന്നെ ഏകദേശം 1,00,000-ഓളം കുട്ടികൾ ഇതുപോലെ തന്നെ 8ാം ക്ലാസ്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്, തോറ്റിട്ടുണ്ട്. അപ്പോൾ മക്കൾ ആലോചിച്ച് നോക്കുക, ഇതൊക്കെ എന്തിനാണ് വരുന്നത് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലേക്ക് ഒരു നല്ലൊരു കാര്യമാണ്. കാരണം ഈ ഭാവിയിൽ ഇതേപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കകത്ത് കേരളത്തിൽ നിന്നൊക്കെ തന്നെ ഒരുപാട് ആൾക്കാർ പങ്കെടുക്കണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു സിലബസും കാര്യങ്ങളൊക്കെ തന്നെ മാറ്റിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നല്ലതാണ്. അതൊക്കെ നിങ്ങൾക്ക് ഇനി ഭാവിയിൽ ഈ ഫ്യൂച്ചറിൽ നിങ്ങൾ ഇതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുമ്പോഴാണ് നിങ്ങൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഒരു വില നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ ടെക്സ്റ്റ് ബുക്ക് മാറിയ സമയത്തുള്ള ഒരു മാറ്റം എന്താണെന്നുള്ള അതിൻ്റെ ചെറിയൊരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കാണിച്ചു തരാം. ഞാൻ വെറുതെ പറയല്ല, അതിൻ്റെ ഒരു ഉദാഹരണം സഹിതം എന്ത് ചെയ്യാം, ഞാൻ ഇതിൽ പറഞ്ഞുതരാം. മക്കൾ നോക്കിയോ, ഇതിൽ ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ നോക്കിയാൽ മതി. നമ്മുടെ സോഷ്യൽ സയൻസിലെ 2ാമത്തെ ചാപ്റ്റർ ഉണ്ട്. ചാപ്റ്ററിൻ്റെ പേരാണ് ടുവേർഡ്സ് ദ എമർജൻസ് ഓഫ് നാഷണൽ മൂവ്മെന്റ്, അല്ലെങ്കിൽ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തിലേക്ക് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. എല്ലാ ആൾക്കാരും ഒന്ന് ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മറച്ചു നോക്കട്ടോ, ആ ചാപ്റ്റർ ഒന്ന് മറച്ചു നോക്കുക. അതിനകത്ത് വലിയ ചാപ്റ്റർ കേട്ടോ, കുറേ കണ്ടന്റുകൾ എന്ത് ചെയ്യുന്നുണ്ട് അതിനകത്ത് പറയുന്നുണ്ട്. നോക്കണേ, ഈ ഒരു ചാപ്റ്ററിനകത്ത് മെയിനായിട്ടും ആ ഒരു സോഷ്യൽ റിഫോം മൂവ്മെന്റ്സ് അല്ലെങ്കിൽ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം എന്ന് പറഞ്ഞ ഒരു ടോപ്പിക് ഉണ്ട്. അതായത് നമ്മുടെ ഇന്ത്യൻ നാഷണലിസത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ദേശീയത വളരാൻ വേണ്ടി സഹായിച്ചിട്ടുള്ളതാണ് സോഷ്യൽ റിഫോം മൂവ്മെന്റ് അല്ലെങ്കിൽ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം. അവിടെ രാജാറാം മോഹൻ റോയെക്കുറിച്ചും ജ്യോതിബ ഫൂലെയെക്കുറിച്ചും അതുപോലെ പണ്ഡിത രമാബായിയെ കുറിച്ചുമാണ് പറയുന്നത്. 3 ആൾക്കാരെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ബാക്കിയുള്ള ആൾക്കാരെ ജസ്റ്റ് ഒരു ടേബിളിനകത്ത് എന്താണ് അവരുടെ പേരും അവരുടെ മൂവ്മെന്റ്സ് അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ അവരുടെ സംഘടനകൾ ഒരു ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടേ ഉള്ളൂ. മെയിനായിട്ടും പറയുന്നത് ഈ രാജാറാം മോഹൻ റോയും പണ്ഡിത രമാബായും ജ്യോതിബ ഫൂലെയാണ്. മക്കളെ, അതിനകത്ത് നോക്കിയോ, ആകെ ഉണ്ടായിരുന്ന ഒരു ഫെമിനിയൻ ക്യാരക്ടറാണ് ആക്ച്വലി പണ്ഡിത രമാബായി എന്ന് പറയുന്നത്. ഒരു സ്ത്രീ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ പണ്ഡിത രമാബായിയാണ്. ഈ പണ്ഡിത രമാബായിയെ കുറിച്ച് ടെക്സ്റ്റ് ബുക്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഞാൻ അതൊന്ന് ഷോർട്ട് ആക്കിയിട്ടാണ് ഇവിടെ കൊടുത്തത്. മക്കളെ, ഈ ഒരു സംഭവം ഇതേപോലെ തന്നെ കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ വന്നത് എങ്ങനെയാണെന്നറിയോ, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ നോക്കണേ, ഒരു ടെക്സ്റ്റ് ബുക്ക് മാറുന്നതിന് മുൻപ് പഴയ ടെക്സ്റ്റ് ബുക്കിലും പുതിയ ടെക്സ്റ്റ് ബുക്കിലും വന്നൊരു മാറ്റം പറയാം. ഒരു ചെറിയൊരു കണ്ടന്റ് മാറിയ മാറ്റം നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇതാ ഓൾഡ് ടെക്സ്റ്റ് ബുക്കിലാണെങ്കിൽ, അതായത് പഴയ ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിൽ, ആ ടെക്സ്റ്റ് ബുക്കിൽ ചോദിക്കുന്ന ചോദ്യം എങ്ങനെയാണെന്നറിയോ, ഡിസ്ക്രൈബ് ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് പണ്ഡിത രമാബായി ഇൻ ദ ഫീൽഡ് ഓഫ് സോഷ്യൽ റിഫോം ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയുടെ സാമൂഹിക പരിഷ്കരണ രംഗത്ത് പണ്ഡിത രമാബായിയുടെ സംഭാവനകൾ വിവരിക്കുക. അങ്ങനെ ഒരു ചോദ്യമാണ് വരിക. അപ്പോൾ പഴയ ടെക്സ്റ്റ് ബുക്ക് പ്രകാരമാണെങ്കിൽ അത് എത്ര മാർക്കിനാണ് ചോദിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 4 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ്. അത് 4 മാർക്കിൻ്റെ ഒരു ഷോർട്ട് ആൻസർ ആയിരിക്കും എന്ത് ചെയ്യുക, പഴയ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ പരിശോധിച്ചാൽ കാണുക. എന്നാൽ ഇപ്പോഴത്തെ ടെക്സ്റ്റ് ബുക്ക്, അതായത് 2025 വന്നിട്ടുള്ള പുതിയ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ, 2005 പുതിയ ടെക്സ്റ്റ് ബുക്ക്, ആ ടെക്സ്റ്റ് ബുക്ക് പ്രകാരം നടത്തിയ എക്സാമിനകത്ത് ഈ ഒരു ടോപ്പിക്ക് ചോദിച്ച ചോദ്യം എന്താണെന്ന് അറിയോ? നിങ്ങൾ നോക്കുക, ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ഇതാണ്: ഐഡന്റിഫൈ ദ പേഴ്സൺ ഫ്രം ദ ഹിൻസ് ഗിവൺ ബിലോ. അതായത് കുറച്ച് ഹിൻറ്റുകൾ തരികയാണ്. ആ ഹിൻറ്റ് തന്നിട്ട് താഴെയുള്ളത് ആരാന്ന് കണ്ടെത്താനാണ്. ആ ഹിൻറ്റ് തന്നത് ഫോർട്ട് അഗെയിൻസ്റ്റ് ചൈൽഡ് മാരേജിനെതിരെ അല്ലെങ്കിൽ ശൈശവിവാഹത്തിനെതിരെ എന്ത് ചെയ്തിട്ടുണ്ട്, പോരാടിയിട്ടുണ്ട്. ആര്യ മഹിളാ സമാജം സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിധവകൾക്ക് പുനരധിവാസത്തിന് വേണ്ടി ശാരദാ സദൻ എന്ത് ചെയ്തിട്ടുണ്ട്, എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇത്രയും 3 ഹിൻറ്റുകളാണ് തന്നത്. എന്നിട്ട് അത് ആരാന്ന് കണ്ടെത്താൻ എന്ത് ചെയ്തു, ചോദിച്ചു. അതായത് ഇതിന്റെ ചോദ്യം അതിന്റെ ഉത്തരമൊക്കെ അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഉത്തരം എന്ന് പറയുന്ന ആരാണ്, പണ്ഡിത രമാബായിയാണ്. മക്കളെ, അത് ചോദിച്ചത് എത്ര മാർക്കിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നോക്ക്, അത് വെറും 1 മാർക്കിനാണ്. നിങ്ങൾ ആ വ്യത്യാസം മനസ്സിലാക്കി, വ്യത്യാസം നോക്ക്. അതായത് ടെക്സ്റ്റ് ബുക്ക് മാറുന്നതിന് മുൻപ് പണ്ഡിത രമാബായിയെ ചോദിച്ചത് 4 മാർക്കിനാണ് ചോദിച്ചതെങ്കിൽ, മക്കളെ അത്രയും വലിയൊരു കണ്ടന്റ് ഇതേപോലെ തന്നെ ടെക്സ്റ്റ് ബുക്ക് മാറിയപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, അത് 1 മാർക്കായി മാറി. അത് കുറഞ്ഞു, മാർക്ക് കുറഞ്ഞു.
അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്തരത്തിലേക്ക് കണ്ടോ വലിയ വലിയ കണ്ടന്റുകൾ ഇത്തരത്തിലേക്ക് ചെറിയ ചോദ്യങ്ങളായിട്ട് മാറുകയാണ്. അപ്പം ഇതാണ് ആക്ച്വലി ടൈറ്റ് ആയത്, ഇങ്ങനെ ടൈറ്റ് ആയത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പണ്ടുള്ള ആൾക്കാരാണെങ്കിൽ, ഞാൻ പറഞ്ഞു നിങ്ങളെ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് ഈ ഒരു ഭാഗം പഠിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു 4 മാർക്ക് കിട്ടിയായിരുന്നു. എന്നാൽ എൻ്റെ മക്കൾ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഭാഗം നിങ്ങളിപ്പോൾ ബൈഹാർട്ട് ചെയ്തു വിചാരിക്കുക, അല്ലെങ്കിൽ പണ്ഡിതരമാബയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിച്ചു. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന മാർക്ക് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ പോലെ ചോദിക്കുകയാണെങ്കിൽ 1 മാർക്കിൻ്റെ ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ എന്ത് ചെയ്യും, മാറും. അപ്പോൾ നിങ്ങൾ ആലോചിച്ചു നോക്കുക, നിങ്ങൾക്ക് കിട്ടുന്നത് 1 മാർക്ക്, പണ്ടുള്ളവർക്ക് കിട്ടുന്ന 4 മാർക്ക്, നിങ്ങൾക്ക് കിട്ടുന്ന 1 മാർക്ക്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, പണ്ട് കിട്ടിയ ആൾക്കാരെ വെച്ച് നോക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ മാർക്കിനേക്കാൾ എത്ര ഇരട്ടിയായിരിക്കും അവർക്ക് കിട്ടിയിട്ടുണ്ടാവുക എന്ന് ആലോചിച്ച് നോക്കും. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ, അല്ലെ? ഒരു 3 ഇരട്ടി അധികം അവർക്ക് എന്ത് ചെയ്തു, കിട്ടി. ഇതാണ് വ്യത്യാസം. ഇതാണ് കണ്ടന്റിനകത്ത് വന്നിട്ടുള്ള വ്യത്യാസങ്ങൾ. ഇതിപ്പോൾ ഞാനൊരു ചെറിയൊരു ടോപ്പിക് ഞങ്ങളുടെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിക്കാൻ വേണ്ടി ഞാൻ എടുത്തുന്നേ ഉള്ളൂ മക്കളെ. ഇത് മാത്രമല്ല, ഇതുപോലെ തന്നെയാണ് കുറേ ടോപ്പിക്കുകൾ ഇങ്ങനെ വന്നിട്ടുള്ളതാണ്. കുറേ ടോപ്പിക്കുകൾ ഇതേപോലെ എന്ത് ചെയ്തിട്ടുണ്ട്, മാറിയിട്ടുണ്ട്, ഭയങ്കരമായിട്ട് എന്ത് ചെയ്തിട്ടു മാറി എന്നുള്ളതാണ്. അപ്പം ഞാൻ പറയുന്നത് 8ാം ക്ലാസ് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം 8ാം ക്ലാസ്സിനകത്താണ് നിങ്ങൾ ഏറ്റവും ലൈഫിനകത്ത്, നിങ്ങൾക്കറിയാലോ, ഏറ്റവും കൂടുതൽ ഇതുപോലെ തന്നെ ആളുകൾ ഭയങ്കരമായി ആഗ്രഹിക്കുന്ന ഒരു എക്സാമാണ് NMMS എന്ന് പറയുന്നത്. 48,000 രൂപയുടെ സ്കോളർഷിപ്പ് കിട്ടുന്ന എക്സാമാണ് NMMS. ഈ NMMSനകത്തൊക്കെ നിങ്ങൾ സ്കൂളിനകത്ത് നിങ്ങൾ സെലക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഓണം എക്സാമിനകത്ത് നല്ല മാർക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, വാങ്ങണം. നിങ്ങളൊക്കെ ആദ്യമായിട്ടായിരിക്കാം ഈ ഹൈസ്കൂളിലേക്ക് എത്തുന്നേരം അതിൻ്റേതായുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പല ആൾക്കാർക്കും ചിലപ്പോൾ ഓണം എക്സാമിന് മാർക്ക് വാങ്ങാൻ പറ്റിക്കോളുന്നില്ല. സ്വാഭാവികമായിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് NMMSനകത്ത് ഒരു അഡ്മിഷൻ നമുക്ക് സ്കൂളിനകത്ത് കിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം, അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ഓണം എക്സാമിന് നല്ല മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ NMMSൽ നമ്മൾ ഇതുപോലെ തന്നെ അംഗമായി ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു, NMMS കിട്ടി, 48,000 രൂപ സ്കോളർഷിപ്പ് കിട്ടി. ഇനി ഇൻ കേസ് NMMS കിട്ടിയില്ലെങ്കിലും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം അവർക്ക് ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യും, അവർ പഠിക്കും. അത് അവർക്ക് എന്ത് ചെയ്യും, 10ാം ക്ലാസ്സിനകത്ത് അവർ ഉപകാരപ്പെടും. അങ്ങനെ കുറേ മെറിറ്റ്സുകളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് വേണം, ഇതൊക്കെ എത്തിപ്പെടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, തുടക്കം മുതലേ പഠിച്ചിടണം. അതായത് ഇപ്പം തന്നെ സ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചിടണം. അപ്പോൾ പല ആൾക്കാരും അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്താ അറിയോ, സാറേ ഞങ്ങൾ എവിടെയാണ് പോവുക? കാരണം 8ാം ക്ലാസ്സിന് ട്യൂഷൻ നിങ്ങൾ ആലോചിക്കുന്നത് ഞങ്ങളുടെ നാട്ടിലൊന്നുമില്ല. 8ന് ഒരു ട്യൂഷൻ അല്ല, എല്ലാ സ്ഥലത്തും ഉള്ളത് +1 +2 ഉണ്ടാവും, അതുപോലെ തന്നെ 10ാം ക്ലാസ് ഉണ്ടാവും, അതേപോലെ തന്നെ 9ഉം ഉണ്ടാവും. പക്ഷെ 8ന് ആരുമില്ല. 8ൻ്റെ പോയി ചോദിക്കുമ്പോൾ അവർ പറയുന്നത് എന്താണ്, ഇവിടെ ഇല്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കുട്ടികൾ കുറവാണെന്ന് പറയുന്നത്. സത്യമാണ്, കുട്ടികൾ 8ാം ക്ലാസ്സിനകത്ത് ചിലപ്പോൾ ഓരോ ഓഫ്ലൈനിൽ പല കുട്ടികളും എന്ത് ചെയ്തിട്ടുള്ള പോയിക്കോളുന്നില്ല. എന്നാൽ ഞാൻ പറഞ്ഞത് അങ്ങനെ നിങ്ങൾ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും എന്ത് ചെയ്യേണ്ട, നിങ്ങൾ ഇതുപോലെ തന്നെ അനുഭവിക്കേണ്ട ആൾക്കാരല്ല നിങ്ങൾ. കാരണം അങ്ങനെ അനുഭവിക്കുന്ന മക്കൾ, അത്തരത്തിലേക്ക് ഒരുപാട് മക്കളുണ്ട് എന്നതിൻ്റെ ഭാഗമായിട്ടാണ് സൈലം 8ാം ക്ലാസ്സിനകത്ത് 8ാം ക്ലാസ്സിലെ മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ആ ബാച്ചിൻ്റെ പേരാണ് എല്ലാവർക്കും അറിയാം, യോധ ബാച്ചാണ്. മക്കളെ, യോധ ബാച്ചിനകത്ത് ഓൾറെഡി അഡ്മിഷൻ എന്ത് ചെയ്തു, സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. വെക്കേഷൻ മുതൽ നിങ്ങൾ ആലോചിക്കണം, വെക്കേഷൻ മുതൽ ക്ലാസ്സുകൾ എന്ത് ചെയ്തു, സ്റ്റാർട്ട് ചെയ്തു. ഞാനീ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തില്ല ടുവേർഡ്സ് ദ എമർജൻസ് ഓഫ് നാഷണൽ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ചാപ്റ്റർ ഓൾറെഡി കഴിഞ്ഞു. 3rd ചാപ്റ്റർ ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു പറ്റം ആൾക്കാർ വളരെ ബുദ്ധിപരമായിട്ട് അവർ തീരുമാനം എടുത്തു കഴിഞ്ഞു, യോധയുടെ ഭാഗമായിട്ട് വെക്കേഷനിൽ തന്നെ മാറി അവരിപ്പോൾ ഒരു 3 ചാപ്റ്റർ അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതുവരെ ട്യൂഷനൊന്നും പോകാത്തല്ലേ പുതിയ ക്ലാസ്സിലേക്ക് എത്തിയിട്ടുള്ള ആൾക്കാർ നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്താ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി. അവർ ഓൾറെഡി നിങ്ങളെക്കാൾ എത്രയോ മുൻപിലേക്ക് അവർ പോയി. അപ്പോൾ ഞാൻ പറഞ്ഞത് അവർക്കൊപ്പം നിങ്ങൾക്ക് എത്തണമെങ്കിൽ, വേഗം നിങ്ങൾക്ക് എത്തണമെങ്കിൽ, ഞാൻ പറഞ്ഞത് അതിനുള്ള ഏറ്റവും ബെറ്റർ സൊല്യൂഷനാണ് സൈലത്തിൻ്റെ യോധ എന്ന് പറയുന്ന ബാച്ച്. യോധ ബാച്ചിനകത്ത് നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ഒരുപാട് ഫീച്ചേഴ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അടങ്ങിയിട്ടുണ്ട്. കാരണം ഈ വർഷമാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ പുതിയ ആളുകൾക്ക് വേണ്ടി ഒരു 3 പ്ലാനുകൾ യോധ ബാച്ചിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. അതിലൊരു പ്ലാനാണ് ഇതുപോലെ തന്നെ ബേസ് പ്ലാൻ ഉണ്ട്, ഇൻഫിനിറ്റി പ്ലാൻ ഉണ്ട്, ഇൻഫിനിറ്റി പ്രോ ഉണ്ട്. ഇൻഫിനിറ്റി പ്രോ ആണ് ആക്ച്വലി എല്ലാ ഫീച്ചേഴ്സും ഉള്ളത്. അതായത് ലൈവ് റെക്കോർഡഡ് സെഷൻസ്, നോട്ട്സ്, അതുപോലെ തന്നെ പേള്, അതുപോലെ തന്നെ ഈ പറയുന്ന ഫാൽക്കണ്, ഇൻസ്റ്റാ ലേണിംഗ്, ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ ഉള്ളത് ഇൻഫിനിറ്റി പ്രോക്കകത്താണ് എന്ത് ചെയ്യുന്നത് ഉള്ളത്. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് വലിയ വലിയ ഭാവിയിൽ വലിയ ഈ ഡോക്ടർ, എഞ്ചിനീയർ പോലുള്ള വലിയ മേഖലയിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ ഇൻഫിനിറ്റി പ്രോ എന്ത് ചെയ്യുക, ചൂസ് ചെയ്യുക. അതാണ് നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻഫിനിറ്റി എന്ന് പറയുന്ന ബാച്ചെങ്കിൽ എന്ത് ചെയ്യുക, ഇതുപോലെ തന്നെ പ്രധാനമായിട്ട് നിങ്ങൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം മക്കളെ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോ. ജോയിൻ ചെയ്യേണ്ട നമ്പർ ഇതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്, 9954000800. അപ്പം ഞങ്ങളെല്ലാ ആൾക്കാരും ഓൾ ടീം നിങ്ങളെ വെയിറ്റ് ചെയ്യാണ് യോധയുടെ ഭാഗമാകാൻ വേണ്ടി. സോ എല്ലാ ആൾക്കാരും ഇതേപോലെ തന്നെ യോധയുടെ ഭാഗമാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ഇതുപോലെ തന്നെ നിർത്തുകയാണ്. സോ മക്കൾക്ക് ഈ ഒരു വീഡിയോ എഫക്റ്റീവായി തോന്നുന്നു. നിങ്ങൾക്ക് ഇതേപോലെ തന്നെ കഴിഞ്ഞ വർഷവും ഈ വർഷവും ഉണ്ടായ മാറ്റം ജസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഈ ഒരു വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ ഫീൽ ചെയ്തതെന്നുള്ളത് എന്ത് ചെയ്യണം, കമൻറ്റ് ചെയ്യുക. ഞാൻ എന്ത് ചെയ്യും, അതിൻ്റെ റിപ്ലൈ തരും. സോ ഓൾ ദി ബെസ്റ്റ് എവരിവൺ, ഓൾ ദി ബെസ്റ്റ്. നമുക്ക് ഉഷാറാക്കണം, നമുക്ക് അടിപൊളിയാക്കി എന്ത് ചെയ്യണം, ഈ വർഷം മാറ്റണം മക്കളെ. ഓൾ ദി ബെസ്റ്റ്.